ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പം ബിഗ് ബോസ് കുറച്ചൊക്കെ മര്യാദയാകാം. കാരണം നിങ്ങൾക്ക് മാത്രം താല്പര്യമുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനെ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മാത്രം പ്രൊമോഷൻ കൊടുത്ത് അവർക്ക് മാത്രം ക്യാമറ സ്പേസ് കൊടുക്കുന്നത് അത്ര മികച്ചൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോളുക, പ്രേക്ഷകർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ എത്ര പ്രൊമോഷൻ കൊടുത്താലും എത്ര കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാലും ഈ ഇത്രയും മലയാളത്തിൽ ബിഗ് ബോസ് സീസൺ 6 ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും സീസണുകൾ എടുത്ത് നോക്കി അറിയാം, ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ബിഗ് ബോസ് ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു കണ്ടസ്റ്റൻസും നിലനിർന്നിട്ടില്ല. അവസാനം പ്രേക്ഷകർ അവരെ പിടിച്ച് താഴോട്ടിടുക തന്നെ ചെയ്യും. പ്രേക്ഷകർ ഒരു രീതിയിലും അവരെ വിന്നറാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും അവരെ ഉയർത്തിക്കൊണ്ട് വരാനോ പ്രേക്ഷകർ കൂട്ടുനിൽക്കത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് 5 വരെ എത്തിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഈ പറയുന്ന പോലെ റണ്ണറപ്പ് വരെയും ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. എന്നാൽ പോലും പ്രേക്ഷകരുടെ മുന്നിൽ നിങ്ങൾ ഇതുപോലെയുള്ള നാടകങ്ങൾ കാണിക്കരുത്. അതുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും അതുപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻസിനെ ഇതുപോലെ വിഡ്ഢികളാക്കരുത്. ഇത് പറയാൻ കാരണം പ്രേക്ഷകരായ നിങ്ങൾക്കറിയാം, ഫാമിലി റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിലി റൗണ്ടിലും ജാസ്മിന് പ്രൊമോഷൻ കൊടുക്കാൻ ബിഗ് ബോസ് മറക്കുന്നില്ല. ഇതുവരെയും ജാസ്മിൻ്റെ ഫാമിലി വന്നിട്ടില്ല. നാളെയാണ് വരുന്നത് ജാസ്മിൻ്റെ ഫാമിലി. അതായത് സൺഡേ ആണ്, ഓഫ് ഡേ ആണ്. എല്ലാ പ്രേക്ഷകരും ഉണ്ടായിരിക്കും. മാക്സിമം TRP കിട്ടുക, മാക്സിമം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ആ ഒരു ലാസ്റ്റ് ദിവസത്തിലാണ് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വരുന്നത്. അപ്പം ഓർത്തോണം, ജാസ്മിനെ ഏത് രീതിയിലൊക്കെയാണ് ബിഗ് ബോസ് സഹായിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പം ഈ പുറത്ത് നടക്കുന്ന കോൺട്രവേഴ്സികളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും ജാസ്മിന് വേണ്ടി ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ലേശം ഉളുപ്പാവാം. കുറച്ചൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നില്ല. കാരണം നിങ്ങൾ പറഞ്ഞുറപ്പിച്ച് വെച്ച ഡീലും പറഞ്ഞുറപ്പിച്ച് വെച്ച കാശിനും ഒക്കെ നന്ദി കാണിക്കണം. അതിനൊന്നും പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. പക്ഷേ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും കൂടെ കുറച്ച് നീതി നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇന്ന് പോലും നമ്മൾക്ക് അറിയാം, ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിജോ, അഭിഷേക്, അതുപോലെ തന്നെ നോറ, ഇവരുടെ ഫാമിലിയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം ഇവരുടെ ഇത് കാണിക്കുമ്പോൾ പോലും ജാസ്മിൻ്റെ ഫേസ് ആണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ ബുദ്ധിമുട്ടുന്നത്, വിഷമിക്കുന്നത്, ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ആരും വരാത്തത്, ഓരോരുത്തർ വരുമ്പോഴും ജാസ്മിൻ്റെ വീട്ടിൽ നിന്നാണെന്ന് കരുതി ജാസ്മിൻ വിഷമിച്ച് ഓടി വരുന്നത്, കരയുന്നത്, ഇതൊക്കെയാണ് ബിഗ് ബോസ് ഭയങ്കരമായിട്ട് കവർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിക്കുകയാണ്. ജാസ്മിൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നു, ഭയങ്കര സങ്കടപ്പെടുന്നു. ജാസ്മിൻ വീട്ടിൽ നിന്ന് വരാൻ വേണ്ടി ജാസ്മിൻ്റെ മനസ്സ് തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, അത് ഉള്ളിൽ നിന്ന് വരുന്ന ഫീലിംഗ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെ ബിഗ് ബോസ് കിടന്ന് ബുദ്ധിമുട്ടി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രേക്ഷകരത് വകവെക്കത്തില്ല. അതുപോലെ തന്നെ തള്ളിക്കളയത്തേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ എത്ര ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വലിച്ച് താഴെ ഇടുക തന്നെ ചെയ്യും. കുറച്ച് PR വർക്കും പ്രൊമോഷനും ഒക്കെ നടത്തിയെന്നും പറഞ്ഞൊന്നും ഒരു കണ്ടസ്റ്റൻ്റ് ഉയർന്നു വരാൻ സാധിക്കത്തില്ല. കാരണം PR വർക്കിന് മുകളിലാണ് പ്രേക്ഷകരുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും അത് മനസ്സിലായിട്ടുമുണ്ട്. PR വർക്കിൻ്റെ ആ ഒരു പ്രൊമോഷനും ജാസ്മിൻ കുറച്ച് നാൾ ഈ ഒരു സീസൺ 6 തുടങ്ങിയത് മുതൽ ഒരു കോംബോ പിടിച്ച് ഏറ്റവും മോശമായ രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഏറ്റവും മോശം പ്രവൃത്തികൾ ചെയ്ത് ഏറ്റവും മോശം രീതിയിലേക്ക് വന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ സമയം കിട്ടിയപ്പോൾ ആ ഒരു കോംബോ ബ്രേക്ക് ചെയ്ത് പുറത്തേക്കാക്കി ജാസ്മിനെ വീണ്ടും അവിടെ നിലനിർത്തി മറ്റൊരു രീതിയിലേക്ക്, അതായത് നെഗറ്റീവ് സംഭവങ്ങളൊക്കെ മറ്റ് ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് വരുത്തി തീർത്ത് ജാസ്മിനെ വീണ്ടും പ്രൊമോട്ട് ചെയ്ത് ജാസ്മിൻ നല്ല രീതിയിലേക്ക് വരികയാണ്. ഒറ്റയ്ക്ക് കളിച്ചു, ഇത്രയും വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്നൊക്കെ രീതിയിലേക്ക് വരുത്തി തീർത്ത് ഭയങ്കര ഹൈപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിചാരം പണ്ട് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 1 ഒക്കെ തുടങ്ങിയ സമയത്തായിരുന്നെങ്കിൽ നമ്മുടെ മലയാളി പ്രേക്ഷകർ ഇതിനെപ്പറ്റി വലിയ ധാരണകളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ സോഷ്യൽ മീഡിയകളൊന്നും അത്രയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ വ്യാപകമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ നടന്നു വരും. പക്ഷേ ഇതൊരു കാലഘട്ടം വേറെയാണ്. ഇപ്പോൾ അത്യാവശ്യം എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ഇത് ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്. ബിഗ് ബോസ് എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ താല്പര്യങ്ങൾ ഇതിനകത്ത് നല്ല രീതിയിൽ നടത്തുന്നുണ്ടെന്നൊക്കെ പ്രേക്ഷകർക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളിങ്ങനെ അവരെ ആ ഒരു സംഭവങ്ങൾ പ്രൂഫ് അടക്കം നിങ്ങളിങ്ങനെ തെളിയിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻറ്റിനെ പ്രേക്ഷകർ ഉയർത്തിക്കൊണ്ട് വരത്തില്ല. അവരെ അടപ്പട്ടലും വീഴ്ത്തിക്കളയും. അപ്പം എല്ലാ ദിവസങ്ങളിലും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കോൺട്രവേഴ്സികൾ പുറത്ത് വേറെ ചർച്ചയാവുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അത് അവിടെ നടന്നുകൊള്ളട്ടെ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്കും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇടപെടുന്നില്ല. പക്ഷേ ഈ ഒരു ലൈവിലും എപ്പിസോഡിലും കാണിക്കുന്ന സംഭവങ്ങൾ നമുക്ക് പറയാമല്ലോ. അപ്പം ഇന്നൊരു ലൈവ് ഞാൻ നോക്കുമ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഫാമിലികളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സംഭവം എടുത്തെടുത്ത് കാണിക്കുകയാണ്. എന്തിനാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം ജാസ്മിൻ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ കുറച്ച് സെൻറ്റിമെൻ്റൽ രീതിയിൽ അപ്രോച്ച് എടുത്ത് സഹതാപ വോട്ടുകൾ കിട്ടി ജാസ്മിനെ ഈ പറയുന്ന ടോപ്പ് 5 എത്തിക്കണം. പറ്റുവാണെന്നുണ്ടെങ്കിൽ വിന്നറുമാക്കണം. ഇതാണ് ലക്ഷ്യം നിലവിൽ. അപ്പോൾ എന്ത് ചെയ്തിട്ടും ഇത് നടക്കുന്നില്ല. എന്നിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരണം, മാക്സിമം പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിക്കണം.
ജാസ്മിൻ്റെ വളരെ ദയനീയ ഭാവങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, ഇതൊക്കെയാണ് പല ആംഗിളിലും ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായിട്ടും ആവശ്യമില്ലാത്ത ഏരിയകളിലെല്ലാം വന്നിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നപ്പം ഈ ഒരു ഫാമിലി റൗണ്ട് നടന്നു കഴിയുമ്പോൾ നാളെ വരുമല്ലേ, എന്തിനാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പ്രേക്ഷകർക്കിടയിലേക്ക് ഇതാക്കുക. എന്നിട്ട് ഏറ്റവും, അതായത് നമ്മുടെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡായിട്ട് സൺഡേയിലാണ് വരുന്നത്. ഈ ഒരു ആഴ്ചയിൽ വീക്കെൻഡ് എപ്പിസോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബുധൻ, ചൊവ്വ ദിവസങ്ങളിലായിരിക്കും അത് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ഓഫ് ഡേയിൽ ഏറ്റവും അവസാനത്തെ ദിവസം ഈ പറയുന്നത് പോലെ ജാസ്മിൻ്റെ ഒരു ഇത് കൊണ്ടുവന്ന് മാക്സിമം പ്രേക്ഷകരുടെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാനത് കാണാൻ പോകുന്നില്ല. എനിക്കതിന് താല്പര്യവുമില്ല. നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊള്ളൂ. അപ്പോൾ എല്ലാവരെയും കാണിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ ഒരു വീട്ടുകാർ വരുന്നു, പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നു. മാക്സിമം എന്താ പറയുക, എത്രയും ദിവസം ജാസ്മിനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ജാസ്മിൻ കാത്തിരിക്കുകയാണ്, ജാസ്മിൻ ഇത്രയും ദിവസം വിഷമിച്ചിരിക്കുകയാണ് എന്നൊക്കെ രീതിയിലേക്ക് ഒരു സെൻറ്റിമെൻ്റൽ സംഭവങ്ങൾ വരുത്തി തീർച്ച് ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഉയർത്തിക്കൊണ്ട് വരാനാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ എന്താണെങ്കിലും എന്നെ കൂട്ടണ്ട, ഞാൻ പെടത്തുമില്ല. ഞാൻ ആ ഒരു സംഭവം എന്താണെങ്കിലും ഈ പറയുന്നത് പോലെ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ആ ഒരു സംഭവം എന്താണെങ്കിലും ലൈവിലിരുന്ന് ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അവർ മാത്രമല്ലേ വരാനുള്ളൂ, പ്രത്യേകിച്ചൊന്നും നടക്കാനും പോകുന്നില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാനത് കാണുന്നില്ല. അപ്പോൾ പ്രേക്ഷകർ നിങ്ങളും തീരുമാനിക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ. കാരണം ബിഗ് ബോസിൻ്റെ താല്പര്യത്തിന് വഴങ്ങി കൊടുക്കാതിരിക്കുക, ബിഗ് ബോസിൻ്റെ താല്പര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ പ്രേക്ഷകർ അതിന് ശക്തമായി തന്നെ പ്രതികരിക്കുക, അവരെ ഉയർത്തിക്കൊണ്ട് വരാതിരിക്കുക. നല്ല രീതിയിൽ കളിക്കുന്ന കണ്ടസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല, ബിഗ് ബോസിൻ്റെ സപ്പോർട്ടോടുകൂടി ഉയർന്നു വരിക, അവർക്ക് പ്രൊമോഷൻ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകർ തന്നെ ശക്തമായി പ്രതികരിക്കുക, വലിച്ച് താഴെയിടുക, നല്ല കണ്ടസ്റ്റൻസിനെ ഉയർത്തിക്കൊണ്ട് വരിക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.